Yes, yes. Start ചെയ്യാം മാം, സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഓക്കെ ആണോ എന്റെ സ്ക്രീൻ? ഓക്കെ ആണ് മാം. Everything is okay. You can go ahead. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. Good morning. Okay, let's start. Today we are going to talk about one of the most amazing organs in our body, that is our heart. നമുക്ക് നമ്മുടെ ഹൃദയത്തെ കുറിച്ച്, നമ്മുടെ സ്വന്തം ഹൃദയത്തെ കുറിച്ച് കുറച്ച് സമയം നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമ്മൾ ജനിച്ചത് മുതൽ നമ്മുടെ ലാസ്റ്റ് ബ്രെത്ത് വരെ നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി കണ്ടിന്യൂസ്ലി വർക്ക്സ് ഫോർ അവർ ബോഡി. ഓക്കെ, ദിവസത്തിൽ ഏകദേശം 1,00,000 തവണ നമുക്ക് വേണ്ടി ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ജീവിതം മുഴുവൻ 1 മിനിറ്റ് പോലും വിശ്രമിക്കാതെ അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സോ ഹാർട്ട് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഓർഗൻ, ഇറ്റ് ഈസ് എൻ എൻജിൻ ഓഫ് അവർ ബോഡി. നമുക്കിനി ഹൃദയത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു സീ ദ സ്ട്രക്ചർ ഓഫ് ദ ഹാർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ടിന്റെ സ്ട്രക്ചർ എന്താണ്, ഹാർട്ട് എവിടെയാണ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നത് ഒക്കെ നമുക്കറിയാം. എന്നാലും നമുക്ക് ഒരു ബ്രീഫായിട്ട് നമുക്കത് നോക്കാം. ഹാർട്ട് എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാം. നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ട് അല്പം ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് ഒരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാലുള്ള ഒരു വലിപ്പത്തിലാണ് നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത്. ഏകദേശം 250 to 350 grams ആണ് ഹാർട്ടിന്റെ വെയിറ്റ്. ഈ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ചൊക്കെ അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പർ ചേമ്പേഴ്സിനെയാണ് നമ്മൾ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുന്നത്. അതായത് മുകളിലുള്ള 2 ചേമ്പേഴ്സിനെയാണ് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുന്നത്. ആൻഡ് താഴെ വരുന്ന 2 ചേമ്പേഴ്സ് ആണ് റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതായത് 4 ചേമ്പേഴ്സ് ആണുള്ളത്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, അതിന്റെ താഴ്ഭാഗത്തായിട്ട് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും ഇരിക്കുന്നുണ്ട്. ഇനി ഈ അട്രിയം, അതായത് അപ്പർ പാർട്ട്, അപ്പർ ചേമ്പേഴ്സ്, അട്രിയം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നു. ബോഡിയിലുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നു, അതായത് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ റിസീവ് ചെയ്യുന്ന ചേമ്പേഴ്സ് ആണ് അട്രിയം. ഇനി വെൻട്രിക്കിൾ എന്ന് പറയുന്നത് തിരിച്ച് ബോഡിയിലോട്ട് പമ്പ് ചെയ്യുന്ന അതായത് ചേമ്പേഴ്സ് ആണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ, ഈ ചേമ്പേഴ്സ് കൂടാതെ ഹാർട്ടിന്റെ ഉള്ളില് ബ്ലഡ് വെസൽസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. അതായത് വെയിൻസ് എന്ന് പറയുന്നത് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നതിന് വെയിൻസ് എന്ന് പറയുന്നു. തിരിച്ച് നല്ല ബ്ലഡിനെ ഹാർട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നതിനെ നമ്മൾ ആർട്ടറീസ് എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഇപ്പൊ ഏകദേശം ഒരു സ്ട്രക്ചർ ഓഫ് ദ ഹാർട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഫങ്ഷൻ ഓഫ് ദ ഹാർട്ട്. ഹാർട്ട് എങ്ങനെയാണ്, എന്തായിരിക്കും ഹാർട്ടിന്റെ മെയിൻ ഫങ്ഷൻ? ആരെങ്കിലും ഒന്ന് പറയാമോ? Pumping blood all throughout the body. Okay, very good ma'am, very good. ഫങ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ. അതായത് ഹോൾ ബോഡിയിലേക്ക് നമ്മുടെ ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് വഴിയാണ്. അതായത് ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലഡ് ക്യാരീസ് ഓക്സിജൻ അല്ലെ. ഈ ഓക്സിജൻ ബ്ലഡ് എത്തിയാലേ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ എത്തുള്ളൂ. ഇപ്പം ഹാർട്ട് ഒരു പമ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ബോഡിയിൽ നിന്നുള്ള ഇംപ്യൂർ ബ്ലഡിനെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക്, അതായത് അപ്പർ ചേംബറിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അപ്പർ ചേംബറിൽ നിന്ന് നേരെ അത് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് ലങ്സിലേക്ക് പോകുന്നു. എന്തിനായിരിക്കും ലങ്സിലേക്ക് പോകുന്നത്? നമ്മുടെ ലങ്സിലേക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ബോഡിയിൽ നിന്ന് വരുന്ന, ഹാർട്ട് റിസീവ് ചെയ്യുന്ന ബ്ലഡ് ഇംപ്യൂർ ബ്ലഡ് ആണ്, അതായത് ഡിയോക്സിജനേറ്റഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. വൺസ് അത് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തി താഴെയുള്ള ലോവർ ചേംബറിൽ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് എത്തുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ നിന്നാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ബ്ലഡ് നടക്കുന്നത്. അതായത് ഓക്സിജൻ, അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ട് ഓക്സിജനെ അതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ലങ്സിൽ നിന്നാണ്. വൺസ് അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റിയതിനു ശേഷം തിരിച്ച് വീണ്ടും നമ്മുടെ അട്രിയത്തിലോട്ട് എത്തുന്നു, അതായത് ലെഫ്റ്റ് അട്രിയത്തിലോട്ട് എത്തുന്നു. ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് എത്തി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് അത് ബോഡിയിലോട്ട്, ഹോൾ ബോഡിയിലോട്ട് അയോട്ട എന്ന ബ്ലഡ് വെസൽ വഴി ഹോൾ ബോഡിയിലോട്ട് എത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ സർക്കുലേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത് ഹാർട്ടില്.
ആട്രിയത്തിൽ ഇംപ്യൂർ ബ്ലഡ് എത്തി, ഇംപ്യൂർ ബ്ലഡിനെ നമ്മുടെ ലങ്സിലേക്ക് പറഞ്ഞു വിട്ട് അതിൽ നിന്ന് അവിടെ നിന്ന് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് വീണ്ടും ഹാർട്ടിലോട്ട് എത്തുന്നു. ഹാർട്ടിൽ നിന്ന് വീണ്ടും അത് ഹോൾ ബോഡിയിലോട്ട് പമ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് തിരിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹോൾ ബോഡിയിലോട്ട് എത്തുക. നോർമൽ ഹാർട്ട് ബീറ്റ് എത്രയാ? നോർമൽ ഹാർട്ട് ബീറ്റ് ഏകദേശം 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഒരു മനുഷ്യന്റെ നോർമൽ ഹാർട്ട് ബീറ്റ്. ഡിപ്പെൻസ്, എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു, അല്ലെങ്കിൽ സ്ലീപ്പിന്റെ സമയത്ത് അത് കുറയുന്നു. എനിവേ നോർമൽ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം ഹൗ ടു ടേക്ക് കെയർ ഓഫ് അവർ ഹാർട്ട്. ഹാർട്ടിന്റെ സ്ട്രക്ചർ പറഞ്ഞു, അതിന്റെ മെയിൻ ഫങ്ഷൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ സ്വന്തം ഹൃദയത്തെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. നമുക്ക് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് പറയാം, അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്ന് പറയാം. ഫസ്റ്റ് വൺ, എന്തൊക്കെ ആഡ് ചെയ്യാം, നമ്മുടെ ഫുഡിൽ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഫോർ എ ഗുഡ് ഹാർട്ട്. ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, ഹോൾ ഗ്രെയിൻസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫിഷ്, നട്ട്സ്, ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം, എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കണം. നമുക്ക് എന്തൊക്കെ ഫുഡ്സ് അവോയ്ഡ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് അറിയാം. നമുക്ക് എന്തൊക്കെ ഫുഡ്സ് അവോയ്ഡ് ചെയ്യാം? ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യാം, ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാം, എക്സസീവ് സോൾട്ട്, ഷുഗർ ആൻഡ് ഷുഗറി ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് അറിയാം, നമ്മൾ ഇതൊക്കെ ദിവസം കഴിക്കുന്നവരുമായിരിക്കും. ഇനി സെക്കൻഡ് വൺ ഈസ് ഡെയിലി എക്സസൈസ്. ദിവസവും നമ്മൾ ഒരു 30 മിനിറ്റ് നേരം നടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പറ്റുന്നവരൊക്കെ യോഗ, സൈക്ലിംഗ്, ഡാൻസിങ്, ഇങ്ങനെയുള്ള എക്സസൈസുകളെല്ലാം ചെയ്യാം. ഇനി തേർഡ് വൺ ഈസ് സ്ട്രെസ് മാനേജ്മെന്റ്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഒരു സൈലന്റ് എനിമിയാണ്. അതായത് ഹാർട്ടിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സ്ട്രെസ്. കാരണം സ്ട്രെസ്സിന്റെ സമയത്ത് ഹാർട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. അത് കാരണം ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് ഒരു മിനിറ്റും ഒഴിവില്ലാതെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ സ്ട്രെസ്സും കൂടി കൊടുത്തിട്ട് ഹാർട്ടിനെ അധികം പണിയാക്കി വെക്കും. അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ്, നമ്മൾ എങ്ങനെയൊക്കെ സ്ട്രെസ് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ബൈ യൂസിങ് മെഡിറ്റേഷൻ, യോഗ, പ്രയർ, ഡീപ് ബ്രീത്തിങ് ആൻഡ് ടോക്കിംഗ് വിത്ത് ലൗഡ് വൺസ്, ഇങ്ങനെയൊക്കെ നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ടിനെ നമുക്ക് കെയർ ചെയ്യാം. ഇനി ഫോർത്ത് വൺ ഈസ് അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. നമ്മൾ സ്മോക്കേഴ്സിന്റെയും ആൽക്കഹോളിക്സിനെ കണ്ടാൽ അറിയാം, അവരുടെ ഹാർട്ടൊക്കെ ഭയങ്കര വീക്ക് ആയിരിക്കും. അതായത് ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഒക്കെ പെട്ടെന്ന് നാരോ ആവും, ഹാർട്ട് മസിൽസ് ഭയങ്കര വീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഫിഫ്ത്ത് വൺ ഈസ് ഗുഡ് സ്ലീപ്പ്. നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാലേ നമ്മുടെ ഹാർട്ടിനും കുറച്ച് സ്ലീപ്പിന്റെ സമയത്താണ് കുറച്ച് ഹാർട്ട് റേറ്റ് ഒക്കെ കുറഞ്ഞിട്ട് കുറച്ചൊരു ഹാർട്ടിന് ഒരു റിലാക്സേഷൻ കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്, നമ്മുടെ BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇവയെല്ലാം നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റും കൺട്രോൾ ചെയ്ത് വെക്കുക. ഇവയെല്ലാമാണ് നമുക്ക് ഹാർട്ടിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്ന് ഈ രീതികളിലൂടെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി കണക്ഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് മൈൻഡ്. നമ്മുടെ ഹാർട്ടും മൈൻഡും എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടാവുമായിരിക്കുമല്ലോ, അല്ലെ? ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ട്. അപ്പോ നമ്മൾ സാധാരണ പറയാറുണ്ട് ഹാർട്ട് ടച്ചിങ് മൊമെന്റ്, ഹൃദയം നിറഞ്ഞ സന്തോഷം, അല്ലെങ്കിൽ അയ്യോ ഹൃദയം തകർന്നു പോയല്ലോ എന്നൊക്കെ പറയും. അപ്പൊ എന്തായാലും ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ വരുന്നത്, അല്ലെ? നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിലാണ്, അല്ലെ? നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മുടെ ഹാർട്ടിലാണ്. വൺസ് നമുക്ക് ഏത് ഇമോഷൻസ് ഉണ്ടായാലും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഹാർട്ടിനാണ്. ബ്രെയിന് നമ്മുടെ ഇമോഷൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നാൽ മതി. പക്ഷെ ഹാർട്ടാണ് അതിന് ബ്ലഡ് സപ്ലൈ വേണ്ടവർക്ക് ബ്ലഡ് ഇൻക്രീസ് ചെയ്യുക, കുറയേണ്ട സമയത്ത് കുറയ്ക്കുക, മസിൽസ് റിലാക്സ് ആയി ഇരിക്കേണ്ട സമയത്ത് റിലാക്സ് ആക്കി വെക്കുക. അതെല്ലാം നമ്മുടെ ഹാർട്ടാണ് ചെയ്യുക. ബ്രെയിനിന്റെ ഇമോഷൻസ് അനുസരിച്ച് നമ്മുടെ ബോഡി അതിന് പ്രതികരിക്കുന്നത് നമ്മുടെ ഹാർട്ട് വഴിയാണ്. നമുക്ക് നോക്കാം ഹൗ ഇമോഷൻസ് അഫക്റ്റ് അവർ ഹാർട്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഹാർട്ട് എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നു, അതായത് ഹാർട്ട് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രെസ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെസ് ഉണ്ടാവുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക എന്നല്ലേ? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ BP കൂടും, മസിൽ ടൈറ്റൻ ആവും, ഹോർമോണൽ ലെവൽ എല്ലാം ഇൻക്രീസ് ചെയ്യും.
ഇതിനൊക്കെ ഹാർട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. ഇനി സെക്കൻഡ് വൺ ആങ്കർ. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ സഡൻ റൈസ് ഇൻ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കൂടുന്നു. സാധാരണ ഗതിയിലല്ല കൂടുന്ന, സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മെല്ലെ മെല്ലെ കൂടിയിട്ടാ വരിക. പക്ഷെ ദേഷ്യത്തിന്റെ സമയത്ത് അത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ BP ഷൂട്ടപ്പ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി തേർഡ് വൺ സാഡ്നെസ് ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താണ് ഹാർട്ട് ചെയ്യുന്നതെന്ന് കണ്ടു, ആങ്കർ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യുന്നത് കണ്ടു. ഇനി ഡിപ്രസീവ് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മുടെ ഭയങ്കര ടയേർഡ് ആയിരിക്കും, ഉറക്കം കുറവായിരിക്കും, അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മൾ കുറവായിരിക്കും. സോ അത് ഓൾസോ അഫക്ട് ദ പമ്പിങ് ഓഫ് ദ ഹാർട്ട്. നമ്മളെ ഹാർട്ടിന്റെ പമ്പ് ചെയ്യുന്നത് കുറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ BP ബ്ലഡ് പ്രഷർ വളരെ ലോ ആവും. സോ അഗെയിൻ നമ്മുടെ ശരീരം വീക്കനിങ് ആവും. ഓക്കെ. ഇനി ഫോർത്ത് വൺ ഈസ് ഹാപ്പിനെസ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ്. പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമ്മുടെ ഹാർട്ട് മസിൽ റിലാക്സ് ചെയ്യും, നമ്മുടെ മുഖത്തും ഹാർട്ടിന്റെ പമ്പിങ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആവുമ്പോൾ അതെല്ലാം നമ്മുടെ ബോഡിയിൽ അത് ഭയങ്കര ഉന്മേഷം തരും. സോ ആക്ടിവിറ്റീസ് ലൈക്ക് ലാഫിങ്, ഹെൽപ്പിംഗ് അതേഴ്സ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിൽ ഒരു ഹെൽത്തി ഹാർട്ട് ഉണ്ടാവുള്ളൂ. സോ for a healthy heart, we have to practice positive thinking, good relationship, forgiveness, relaxation, self-care and emotional expression. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഗുഡ് ഹാർട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഹാർട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് സ്ട്രക്ചർ ഓഫ് ദ ഹാർട്ട്, ഫങ്ഷനിങ് ഓഫ് ദ ഹാർട്ട് ആൻഡ് പിന്നെന്താ നമ്മൾ കണ്ടത്, ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദ ഹാർട്ട് ആൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് മൈൻഡ്, how emotion affects our heart. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. ഓക്കെ. ബിഫോർ കൺക്ലൂഡിങ് ആ ടോപ്പിക്, നമുക്ക് എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കാമോ കുറച്ച് സമയത്തേക്ക്? സോ ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് പ്ലേസ് യുവർ ഹാൻഡ് ഓൺ യുവർ ചെസ്റ്റ്. And slowly feel your heartbeat and say yourself, thank you heart for beating me every day. Thank you heart for beating me every day. Okay, thank you all. Good morning, Hasina. Good morning, ma'am. വളരെ നല്ല സെഷൻ കേട്ടോ. ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഹാർട്ടിനെ പറ്റി അതിൻ്റെ സ്ട്രക്ചർ തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. ഒരു ബയോളജി ക്ലാസ്സിൻ്റെ ഒരു മിനി വെർഷൻ. അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ കവർ ചെയ്തത് കൊണ്ട് അപ് ടു ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നു. വെരി ഗുഡ്. ശരിക്കും ഹാർട്ടെന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് യു സെഡ്, നമ്മുടെ ജനനം മുതൽ അത് ഇടിക്കാൻ തുടങ്ങുന്നതാണ്. പിന്നെ ജീവിത അവസാനം വരെ അതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ പറഞ്ഞില്ലേ, ഭക്ഷണങ്ങൾ പലതും നമുക്ക് അത്ര നല്ലതല്ലെന്നൊക്കെ അറിയാമെങ്കിലും നമ്മളതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ എക്സസൈസ് ചെയ്യാതിരിക്കും. ഒക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ദാറ്റ് വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ്. നമ്മുടെ സൃഷ്ടാവ് നമുക്ക് സൃഷ്ടിച്ച് തന്നിരിക്കുന്ന റിമെമ്പർ യു സെഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ഓർഗൻ, ഇറ്റ്സ് എൻ എൻജിൻ. അപ്പൊ ആ ഒരു എൻജിൻ നിന്ന് പോയാൽ തീർന്നു. പക്ഷെ ബ്രെയിനും മൈൻഡും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആന്ന് പറഞ്ഞാൽ ഹാർട്ട് നിന്ന് പോയാൽ പിന്നെ ഒന്നുമില്ല, കംപ്ലീറ്റ് തീർന്നു പോയി. സോ സച്ചിൻ വളരെ ഷോർട്ടാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നല്ല ഒരു ക്ലാസ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, Thank you so much, Susan. Thank you, ma'am. Hello, good morning, everyone. Morning. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സൂസൻ മാം എല്ലാം കവർ ചെയ്ത് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല.
ഹാർട്ടിനെ കുറിച്ച് തന്നെ മാം പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിലിരിക്കുന്ന ബയോളജി ക്ലാസ്സിലിരിക്കുന്ന പോലെ വളരെ ലഘൂകരിച്ച് ഇത്ര സമയത്തിനുള്ളിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞു. പിന്നെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ പലപ്പോഴും അത്ര വലിയ പ്രാധാന്യങ്ങളൊന്നും കൊടുക്കാറില്ല. നമ്മൾ ചിലപ്പോൾ മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇതിനെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മളെ ഡെയിലി ലിവിങ്ങും നമ്മുടെ റുട്ടീനും നമ്മുടെ ഹീറ്റിംഗ് ഹാബിറ്റും നമ്മുടെ സ്ലീപ്പും ഇതെല്ലാം ഇതിനെ നമ്മൾ സംരക്ഷിക്കേണ്ട പല പല കാര്യങ്ങളും മാം പറഞ്ഞത് വളരെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. നമ്മുടെ സ്ട്രെസ് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ചിലപ്പം കുറെ സ്ട്രെസ് ആവുമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും, ഹെവിനെസ് ഫീൽ ചെയ്യും അല്ലെ. അപ്പം അങ്ങനെ നോർമലാണ്, എല്ലാവർക്കും സ്ട്രെസ്സും കാര്യങ്ങളും. പക്ഷെ അതിന്റെ എങ്ങനെ അതിനെ റിഡ്യൂസ് ചെയ്യാം, എങ്ങനെ അതിനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ മാം പറഞ്ഞു. നമ്മൾ തുറന്ന് സംസാരിക്കുകയും അതിന് മെഡിറ്റേഷൻ ചെയ്യുകയും നന്നായി ഉറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു കാംനെസ്, ഒരു റിലാക്സ് ആവും. അപ്പം ഹൃദയം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. മാം പറഞ്ഞത് മനസ്സ് തട്ടി പറയുക, ഹൃദയം നുറുങ്ങുക എന്നൊക്കെ നമ്മൾ പല വാക്കുകൾ പറയുമ്പോൾ നമ്മളൊരു ഫ്രേസ് ആയിട്ട് പറയുന്നെങ്കിലും അത് ഭയങ്കരമായ ഒരു അർത്ഥവത്തുള്ള കാര്യമാണ്. പണ്ടുള്ളവർ പറഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അത് ഹൃദയം നുറുങ്ങി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ കാരണം അത്രയ്ക്ക് വേദനിച്ചു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഹൃദയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഫിസിക്കലായിട്ട് കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനെ നമ്മൾ നന്നായി കെയർ ചെയ്യണം എന്നാണ് എനിക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് എന്തു പറ്റി കേൾക്കുന്നില്ലല്ലോ? ബിജു സാറാന്ന് തോന്നുന്നല്ലോ അല്ലേ? മോർണിംഗ് അതോ ഓൾ. ഒരാള്? റൈറ്റ്, ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, ഈസ് ഗുഡ് ഇറ്റ് ഓഡിബിൾ? മോർണിംഗ്. യെസ്, നൗ ഇറ്റ് ഈസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. എസ്പെഷ്യലി ഗുഡ് മോർണിംഗ് ഹസീന മാം. നല്ലൊരു Good ക്ലാസ് ആയിരുന്നു ഹൃദയത്തെ പറ്റി. അപ്പൊ നമ്മള് എന്താ പറയുക, ഈ അടുത്ത ദിവസം ഞാൻ വായിച്ചിരുന്നു 122 വയസ്സ് വരെ ജീവിച്ച ഒരു സ്ത്രീയെ പറ്റി. അപ്പൊ നമ്മുടെ ഈ ഹാർട്ട്, എസ്പെഷ്യലി ഹാർട്ടിലെ എല്ലാ അവയവങ്ങളും ഓക്കെ, ഹാർട്ട് 100 വർഷം വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അപ്പൊ അത് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ അതിന് കൊടുക്കുന്നില്ല എന്നാണ് കണക്കാക്കേണ്ടത്, അല്ലേ? അതെ അതെ. അതെ, തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഫാദർ ഒരു എന്താ പറയുക, അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വെന്റിലേറ്ററിൽ ആണുള്ളത്. അപ്പം ഹാർട്ട് നിലയ്ക്കാതെ ആള് മരണപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുള്ളൂ. അപ്പം ബ്രെയിൻ ഡെത്ത് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് യഥാർത്ഥ ഡെത്ത് അല്ല, ഹാർട്ട് നിലയ്ക്കുന്നത് വരെയാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് മെഡിക്കൽ സൈഡിൽ. അപ്പൊ ഹാർട്ടിന്റെ ഇമ്പോർട്ടൻസ് ആണ് അതിന് കാണിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പം വളരെ നന്ദിയുണ്ട് ഈ ഹൃദയത്തെ പറ്റി ഇത്രയും നല്ലൊരു ക്ലാസ്. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ബയോളജി ക്ലാസ്, എന്നാൽ ബയോളജി ആയിരുന്നാൽ പോലും അത് നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം അറിഞ്ഞിരിക്കേണ്ട, അല്ലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ഹസീന മാം. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ല ടോപ്പിക്. അത് സാറൊക്കെ പറഞ്ഞ പോലെ നന്നായിട്ട് തന്നെ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്തു. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്, പലപ്പോഴും മറക്കാറുണ്ടെന്ന് മാത്രം. എന്തായാലും ഒന്ന് ഓർമ്മിപ്പിച്ചതിന് വീണ്ടും താങ്ക്സ്. താങ്ക് യു വെരി മച്ച് സർ. Thank Good you, morning, Hasina ma'am. ma'am. ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാന് ട്രെയിനിലാണുള്ളത്, അതുകൊണ്ട് എന്റെ അനുസരിച്ച് പറഞ്ഞോളൂ. വളരെ നല്ല സെഷൻ ആയിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട്, നമ്മളെ ഇൻഫ്യൂരിഫൈഡ് ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്നുണ്ടല്ലേ?
എന്താണ് സർ? കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ ആണോ? കേട്ടു. ഒന്ന് ഇംപ്യൂർ ആ ബ്ലഡ് ആ ഹാർട്ടിലേക്ക് impure. വരുന്നില്ല എന്നാ നേരെ പറഞ്ഞത്. ഹാർട്ടിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അത് ആ നമ്മളെ എങ്ങനെ ബ്ലഡ് ആ ഇൻപ്യൂരിഫൈഡ് ബ്ലഡ് വരുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാറ്. ഇംപ്യൂർ ബ്ലഡ് നമ്മുടെ സുപ്പീരിയർ വീനക്കാവ ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്ന രണ്ട് മേജർ വെയിൻസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ വെയിൻസ് ഉണ്ടല്ലോ, ആർട്ടറീസ് വെയിൻസ് ഉണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ സാറിന്? കേൾക്കുന്നുണ്ട്. അതിൽ വെയിൻസ് വഴിയാണ് നമ്മുടെ ഹാർട്ടിലോട്ട് ബ്ലഡ് എത്തുന്നത്. വെയിൻസ് ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓൾവേസ്. അതായത് ഇംപ്യൂർ ബ്ലഡ് ആണ് വെയിൻസ് ക്യാരി ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് നമ്മുടെ അതല്ല മാം. അതായത് അതിന്റെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് ബ്ലഡ് ആകുന്ന രൂപമാണ് ഞാൻ ചോദിച്ചത്. ബ്ലഡ് ആകുന്ന രൂപമാ ചോദിച്ചത്. അതായത് നമ്മളെ ബ്ലഡിൽ എങ്ങനെയാണ് ഇംപ്യൂർ ആവുന്നതെന്നാണോ ചോദിക്കുന്നത്? അല്ല. നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നമ്മള് ബ്ലഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ എന്തായാലും. ആ ഓൾറെഡി ഉള്ള ബ്ലഡ് അല്ലല്ലോ. ആ അതായത് നമ്മള് ഇപ്പോ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു ചോദിക്കുന്നത് അല്ലേ? ഓ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനോ ആണെന്ന് തോന്നുന്നു. അതാണോ സാർ ചോദിക്കുന്നത്? RBC WBC ഇതെല്ലാം ബോൺസ് നമ്മൾ മജ്ജ എന്നൊക്കെ പറയില്ലേ ബോൺസിന്റെ ഉള്ളിലുള്ള. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അവിടെ പറഞ്ഞു. നിന്നാണ് ബ്ലഡ് സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീമോഗ്ലോബിൻ, RBC WBC ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ബോൺസ് നിന്ന് മസിൽസിലോട്ട് പോയിട്ട് അവിടെ അങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നത്. അതിന്റെ ബ്ലഡിന്റെ കോമ്പിനേഷൻ ആണോ സാർ ചോദിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. അതായത് നമ്മള് ബ്ലഡിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ വരുന്നു, ഓക്സിജനിൽ നിന്ന് എടുക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിന്റെ ക്ലിയർ ഫോമാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് മാം പറഞ്ഞിട്ടുള്ളത്. ബോണിൽ നിന്നും സിറമിൽ നിന്നൊക്കെ വരുന്നു എന്ന് പറഞ്ഞത്. അത് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ബോണിലേക്ക് വരും. അത് കാരണം നമ്മൾ ബ്ലഡ് സെൽസുകൾ അത് ഹൈപ്പർ ആയിട്ട് വരും, ലോ ആയിട്ട് വരും. അതിനനുസരിച്ച് മാനസികാവസ്ഥ മാറും നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിന്റെ ഒരു എൻഡിങ് ആണ് മാം ഓവറോൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അതാണോ സാർ ഉദ്ദേശിച്ചത്? അതാണോ ബ്ലഡ് സെൽസ് ബോണിൽ ഫസ്റ്റ് RBC WBC സെൽസ് ആണ്. ബ്ലഡ് കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ, RBC WBC ഇതെല്ലാം ഉണ്ടല്ലോ. അതെല്ലാം ബോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതാണ് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണോ സാറിന്റെ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്? വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. ഈ അടുത്തൊരു സെഷനെ ഈ ഒരു RBCയും അതേപോലെ WBC എന്ന് പറഞ്ഞാൽ മതി. ഈ റെഡ് ആളുകൾക്ക് കൺട്രോളോട് പഠിക്കാൻ പറ്റിയേ പൂർണ്ണമായിട്ടേ. കാരണം എന്താണ് പറയുന്നില്ല. RBC കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ അവിടെ കിട്ടും. ഓക്കെ അടുത്ത സെഷൻ ഇനി അതാക്കാം. താങ്ക് യു സീന മാം. നല്ല ടോപ്പിക് ആയിരുന്നു. ഏതായാലും പറഞ്ഞോളൂ സാർ. ഓക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇടയ്ക്കൊരു ബ്രേക്ക് വരുന്നുണ്ട്. യാത്രയിലാന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഞാൻ ട്രെയിനിലാണ്. ഇടയ്ക്കൊക്കെ നെറ്റ് പോകുന്നുണ്ട്. ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഏതായാലും അടിപൊളി സെഷൻ ആയിരുന്നു. ഏകദേശം ഒരു ഹാർട്ടിനെ കുറിച്ചൊരു സിമ്പിൾ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി. ഏതായാലും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഡീപ്പായിട്ടൊരു സെഷൻ കൂടി വെക്കേണ്ടി വരും. എന്നാലേ ആളുകൾക്ക് എനിക്കും കൂടി ഒന്ന് മനസ്സിലാവും. ഏതായാലും താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ മാം. നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ഈ ഒരു ടോപ്പിക് ആദ്യമായിട്ടാണ്. കുറച്ച് സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. അപ്പൊ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര എന്താ പറയാ കരുതലോടെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണല്ലേ. നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു നിമിഷം പോലും നിർത്താണ്ട് പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ നിലനിർത്തുന്നത് ഹാർട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിലാണ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്നെങ്കിലും കൂടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്നേഹം, കരുതല്, ഇമോഷൻസ് അതിന്റെ ഒക്കെ ഒരു ചിഹ്നമായിട്ട്. അതുകൊണ്ടാണല്ലേ നമ്മൾ ഹാർട്ട് ഇമോജി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറ്. കൂടുതലായിട്ട് ലവ്, കെയർ, ഹാപ്പിനെസ്, സപ്പോർട്ട് ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത്
ഒരു ഇമോഷനും ആണ്. എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. ഹാർട്ടിനെ നമ്മൾ എങ്ങനെയൊക്കെ എന്താണ് അതിനെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാം നന്നായിട്ട് തന്നെ പറഞ്ഞു. നമ്മുടെ നല്ല ശീലങ്ങൾ, ഭക്ഷണശീലങ്ങൾ, സ്ഥിരമായിട്ടുള്ള വ്യായാമം, പിന്നെ നമ്മളുടെ സന്തോഷമായിട്ടുള്ള മനസ്സ്, ഉറക്കം, അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം. Thank you, Sajna ma'am, and thank you all. Yes, very good. Thank you. എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലേ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നല്ലേ? Okay, okay. താങ്ക് യു. താങ്ക് യു. Thank you.